ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. 37 വർഷത്തിലേറെയായി പരമോന്നത നേതാവായിരുന്ന ഖമേനി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ഇറാൻ. ആരായിരുന്നു ആയത്തുള്ള അലി ഖമേനി? ഖമേനിക്ക് ശേഷം എന്താണ് ഇറാൻ? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. 1939 ഏപ്രിൽ 19 മഷാദിലെ ഒരു പുരോഹിത കുടുംബത്തിലാണ് ഖമേനി ജനിച്ചത്. മഷാദിലും പിന്നീട് ഖോമിലും ഇസ്ലാമിക ദൈവശാസ്ത്രം പഠിച്ചു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ ശില്പിയായ ആയത്തുള്ള റുഹുള്ള ഖോമിനി അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഷാ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിൽ പലതവണ ജയിൽവാസം അനുഭവിച്ചു. പിന്നീട് പടിപടിയായി ഉള്ള ഉയർച്ച. 1981 മുതൽ 89 വരെ ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1981 നടന്ന വധശ്രമത്തിൽ അദ്ദേഹത്തിന്റെ വലതുകൈ ഭാഗികമായി തളർന്നു. 1989 റൂഹുള്ള ഖോമിനിയുടെ മരണശേഷം അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അദ്ദേഹത്തെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തു. അന്ന് താരതമ്യേന പ്രായത്തിൽ പിന്നിലായിരുന്ന ഖമേനിക്ക് ഉന്നത പദവി നൽകുന്നതിനോട് പലരും എതിർത്തു എങ്കിലും അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നീണ്ട 37 വർഷക്കാലം ഖമേനിയുടെ ഭരണത്തിലാണ് ഇറാൻ സാക്ഷിയായത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന് ഭരണത്തിൽ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഖമേനി നൽകിയതോടെ പരമോന്നത സ്ഥാനം ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. IRGCയെ ഒപ്പം നിർത്തി ഇറാന്റെ രാഷ്ട്രീയം, മതം, വ്യവസായം, അടിസ്ഥാന സൗകര്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളുടെ നിയന്ത്രണവും ഖമേനി സ്വന്തം കാൽക്കീഴിലാക്കി. ഇതോടെ ഇറാൻ സമ്പദ് വ്യവസ്ഥ തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുമായി. ഇറാനിൽ പ്രസിഡന്റിനും മുകളിലാണ് പരമോന്നത നേതാവ്. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ്, ആണവ നയത്തിന്റെ അന്തിമ വാക്ക്, ജുഡീഷ്യറി, രഹസ്യാന്വേഷണം, സ്റ്റേറ്റ് മീഡിയ എല്ലാം ഒരധികാരത്തിന്റെ കീഴിലാണ്. IRGCയുടെ കമാൻഡർ നിയമിക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം. 1979 വിപ്ലവത്തിന് ശേഷം പരമോന്നത നേതാവിന്റെ പദവിയിലെത്തിയ രണ്ടാമത്തെ വ്യക്തിയാണ് ഖമേനി. 1989 മുതൽ ഇന്ന് വരെ ഏകദേശം 3 പതിറ്റാണ്ട് ഇറാന്റെ എല്ലാ നിർണായക തീരുമാനങ്ങളിലും അവസാന വാക്ക് ഖമേനിയുടേതായിരുന്നു. അദ്ദേഹത്തിന്റെ കാലയളവിൽ മുഹമ്മദ് ഖദാമി, മഹ്മൂദ് അഹമ്മദി നെയ്ജാദ്, ഹസൻ റുഹാനി തുടങ്ങിയവർ പ്രസിഡന്റുമാരായിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം ഖമേനിയുടേത് തന്നെയായിരുന്നു. ആത്മീയ നേതൃത്വം എന്ന നിലക്കാണ് ഖൊമേനി നേതാവായിരുന്നതെങ്കിൽ ശിഷ്യനായ ഖമേനി സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ഭരണ സൈനിക സ്വാധീനത്തിലാണ് സ്ഥാനം ഉറപ്പിച്ചു നിന്നത്. പരമോന്നത നേതാവ് എന്ന രാഷ്ട്രത്തലവന്റെ കസേര തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരെക്കാൾ ഉയരത്തിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളുടെയും അയൽ രാജ്യങ്ങളുടെയും എതിർപ്പ് അവഗണിച്ച് ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോയത് ഖമേനിയുടെ നിശ്ചയദാർഢ്യത്തിലുമാണ്. 2009 വിവാദ തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ ഗ്രീൻ മൂവ്മെന്റ് പ്രതിഷേധങ്ങളെ അദ്ദേഹം അടിച്ചമർത്തി. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ ഖമേനിയുടെ കാലത്ത് ഇറാൻ സ്വാധീനം വർദ്ധിപ്പിച്ചു. ഇസ്രയേലിനോടുള്ള കടുത്ത ശത്രുത അദ്ദേഹം എപ്പോഴും പ്രകടമാക്കുകയും ചെയ്തു. 2015 ഹസൻ റുഹാനിയുടെ കാലത്ത് ഒപ്പിട്ട ആണവ കരാറിൽ നിന്ന് 2018 ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത് ഇറാനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. ഇതിനെ നേരിടാൻ പ്രതിരോധ സമ്പദ് വ്യവസ്ഥ എന്ന രീതി ഖമേനി മുന്നോട്ട് വെച്ചു. പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ എണ്ണ സമ്പത്ത് പ്രയോജനപ്പെടുത്തിയും റഷ്യ, ചൈന എന്നിവരുമായി ബന്ധം ശക്തമാക്കിയും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആണവ പദ്ധതികളെ രാജ്യത്തിന്റെ അഭിമാനമായി കണ്ട അദ്ദേഹം ആഭ്യന്തര പ്രതിഷേധങ്ങളെ നിർദാക്ഷിണ്യം അടിച്ചമർത്തി. അവസാന വർഷങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ജനകീയ പ്രക്ഷോഭങ്ങളും നേരിട്ടു. ഇറാന്റെ പരമാധികാരത്തിന്റെ കാവലാളായി അനുയായികൾ അദ്ദേഹത്തെ കാണുമ്പോൾ ജനാധിപത്യം ഇല്ലാതാക്കിയ നേതാവായാണ് വിമർശകർ ഖമേനിയെ എന്നും വിലയിരുത്തിയത്. ഖമേനിയെ വധിച്ചാൽ യുദ്ധം തീരുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണിയിൽ ലക്ഷ്യം വ്യക്തമായിരുന്നു. ഇറാനിലെ പരമോന്നത നേതാവിനെ വീഴ്ത്തുന്നതോടെ ആ ഭരണ സംവിധാനം തകരുമെന്ന് ഇസ്രയേലും അമേരിക്കയും വിശ്വസിച്ചു. ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക, നിലവിൽ US ഇസ്രയേൽ വിരുദ്ധ ഭരണകൂടത്തെ വീഴ്ത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് മധ്യപൂർവ്വ ദേശത്ത് കൂടുതൽ ദുരിതങ്ങളും പുതിയ പലായനങ്ങളും സൃഷ്ടിക്കുന്ന പോരിന്റെ പിന്നിലുള്ളത്. ഖമേനിയില്ലാത്ത ഇറാൻ പ്രവചനാതീതമാണ് എന്നതാണ് വാസ്തവം. 4.5 പതിറ്റാണ്ട് മുൻപുള്ള അമേരിക്കൻ ആശ്രിതത്വത്തിലേക്ക് ഇറാൻ പോകുമോ എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യവും. പരമോന്നത പദവിയിൽ ഖമേനിയുടെ പിൻഗാമി ആര് എന്നത് മുതൽ ആണവ പദ്ധതിയുടെ ഭാവി ഉൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇറാന് മുന്നിൽ ഇപ്പോഴുണ്ട്. മാത്രമല്ല, ഇറാന്റെ മോചനത്തിനുള്ള സമയമെന്നും ട്രംപിന് നന്ദിയെന്നുമാണ് ഖമേനിയുടെ മരണത്തിൽ റസാ പഹ്ലവിയുടെ പ്രതികരണം. ഇറാനിലെ അവസാന ഷാ ആയിരുന്നു മുഹമ്മദ് റസാ പഹ്ലവിയുടെ മകനാണ് റസാ പഹ്ലവി.
ജനാധിപത്യത്തിലുള്ള ഇറാന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റസാ പഹ്ലവി വ്യക്തമാക്കിയത് ഇറാനിലെ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥരോട് നിലവിലെ ഭരണകൂടത്തെ ഉപേക്ഷിച്ച് ജനങ്ങൾക്കൊപ്പം ചേരാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ജനാധിപത്യപരമായ ഒരു ഭാവിയിലേക്ക് നയിക്കാൻ സഹായിക്കാനും അദ്ദേഹം നേരിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ കടുത്ത തിരിച്ചടി നൽകുമെന്നാണ് IRGC ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇസ്രായേലിനെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിൽ വ്യക്തമാണ്. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും 7 ദിവസത്തെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ വിപ്ലവത്തിന്റെ അമരക്കാരൻ, പടിഞ്ഞാറൻ അധിനിവേശത്തിനെതിരെ പോരാടിയ രക്തസാക്ഷി എന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ഖമേനിയെക്കുറിച്ച് പുറത്തു വന്നത്. എങ്കിലും രാജ്യത്തിനകത്ത് വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടെ ആ സ്ഥാനത്തേക്ക് ഉടനെ മറ്റൊരാളെ കണ്ടെത്തേണ്ടതുണ്ട്. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് പരമോന്നത നേതാവായി ഒരു മുതിർന്ന ഷിയ മത പണ്ഡിതനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിലവിൽ ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനി, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ റുഹുല്ല ഖൊമേനിയുടെ ചെറുമകൻ ഹസ്തൻ ഖമേനി എന്നിവരുടെ പേരുകളാണ് പിൻഗാമികളായി പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ മൊജ്തബ ഖമേനിയുടെ പേരാണ് നിലവിൽ പ്രധാനമായും ചർച്ചയിലുള്ളത്. മൊജ്തബ ഖമേനി ഇറാന്റെ പരമോന്നത നേതാവാകുമെന്ന് തന്നെയാണ് സൂചനയും. ഖമേനിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിലായിരുന്ന ഇറാനിലെ മതഭരണകൂടം പെട്ടെന്നുള്ള ആഘാതത്തെ എങ്ങനെ അതിജീവിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമാണ്. ഖമേനിയുടെ മരണത്തിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇസ്രയേലും US നിരീക്ഷിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ അവർ നടത്തുന്നത്. ഈ ആഴ്ച മുഴുവൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് US പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഖമേനിയെ കൂടാതെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പ് കമാൻഡർ അഹമ്മദ് പക്പൂർ ഉൾപ്പെടെ 7 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ സൈനിക കാര്യങ്ങളിൽ നേരിട്ടിടപെടുന്ന റവല്യൂഷണറി ഗാർഡ്സിലെ പല പ്രമുഖരും കൊല്ലപ്പെട്ടത് രാജ്യത്തിന്റെ ആഭ്യന്തര അധികാര സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാൻ സാധ്യതയുമുണ്ട്. റവല്യൂഷണറി ഗാർഡ് ഇറാന്റെ രാഷ്ട്രീയത്തിലും ലോക വ്യവഹാരങ്ങളിലും വലിയ സ്വാധീനമുള്ള വിഭാഗമായതിനാൽ അവരുടെ നേതൃത്വത്തിലുണ്ടായ ഈ തകർച്ച വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭരണസ്ഥിരതയെ ബാധിച്ചേക്കാം. ഇത്രയും മുതിർന്ന കമാൻഡർമാരെ കൃത്യമായി ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണം ഇറാന്റെ ഇന്റലിജൻസിലും വലിയ ആശങ്കയാണ് സമ്മാനിച്ചത്. ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരുമെന്ന് ട്രംപ് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് തെരുവുകളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. സ്ത്രീകൾ ഹിജാബ് ധരിക്കാതെ തെരുവുകളിലിറങ്ങി നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തു വരുന്നുമുണ്ട്. US-ലും ഇസ്രയേലിലും ജൂതവംശരും ഇറാൻ സ്വദേശികളും നിരത്തിലിറങ്ങി ഖമേനിയുടെ മരണം ആഘോഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും വിപ്ലവത്തിന്റെ പാതയിൽ തന്നെ ഇറാൻ തുടരുമോ, അതോ ഈ അന്ത്യത്തോടെ പുതിയൊരു ജനാധിപത്യ ഭരണകൂടം ഉടലെടുക്കുമോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി ലോകത്തിന് വേണ്ടത്.